പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? സുഖമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? നിങ്ങൾ കാണുന്ന സ്ഥലം കാഴ്ചയ്ക്ക് വളരെ മനോഹരമായിരിക്കുന്നുണ്ടോ? ഇത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. മണപ്പാട് എന്ന സ്ഥലം തൂത്തുക്കുടി ജില്ലയിലാണുള്ളത്. കടൽ തീരത്തുള്ള ഈ സ്ഥലത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ദൈവ സാന്നിധ്യത്തെ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണെന്നോ? ഈ ഗ്രാമത്തിൽ പ്രാർത്ഥിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട്. ദൈവത്തെ സ്നേഹിച്ച് ആരാധിക്കുന്ന ധാരാളം ജനങ്ങൾ ഇവിടെയുണ്ട്. അതിനാൽ ദൈവ സാന്നിധ്യത്തെ അറിയാൻ സാധിക്കും. ഈ ദിവസവും ദൈവം നിങ്ങളെ നോക്കി ഒരു അത്ഭുതകരമായ വാക്യം പറയുന്നു. അതായത് നിങ്ങളെ നോക്കി നിങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങൾ പറയുന്ന വാക്ക് എങ്ങനെ ഉണ്ടാവുമെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 22 വാക്യത്തിൽ, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട്. ആബ്രഹാം എന്നൊരാൾ ദൈവത്തിന് കീഴടങ്ങി വിശ്വാസത്തോടെ ജീവിച്ചിരുന്നു. ദൈവം പറഞ്ഞതെല്ലാം ചെയ്തു. ദൈവം എന്റെ കൂടെയുണ്ടെന്ന ഒരു അനുഭവത്തോടു കൂടി ജീവിച്ചു. ദൈവം ഇറങ്ങി വന്ന് ആബ്രഹാമിനോട് സംസാരിക്കുമത്രേ. ദൈവം ആബ്രഹാമിന്റെ കൂടെയിരിക്കുന്ന ഒരു ജീവിതം ജീവിച്ചു. അയാൾ ചെയ്യുന്നതെല്ലാം അനുഗ്രഹമായി. അയാൾ എന്ത് ചെയ്താലും അതിൽ അനുഗ്രഹമുണ്ടായി. ആ രാജ്യത്തിലെ രാജാവ് അത് കണ്ടു. ആരാണീ മനുഷ്യൻ? ഇവൻ ചെയ്യുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നുവല്ലോ. അതുകൊണ്ട് ഇയാൾ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് പറഞ്ഞ് ആ നാട്ടിലെ രാജാവ് തന്നെ പറയുന്നു, നീ ചെയ്യുന്നതെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നുവല്ലോ, എങ്കിൽ ദൈവം നിന്നോടുകൂടി ഇരിക്കുന്നുവെന്നർത്ഥമെന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവരും, കൂടെ ജോലി ചെയ്യുന്നവരും, കൂടെ കച്ചവടം നടത്തുന്ന ജനങ്ങൾ, നിങ്ങൾ വസിക്കുന്നിടത്ത് മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങൾക്കേതോ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവൻ അനുഗ്രഹിക്കുന്നുണ്ട് എന്നവർ പറയത്തക്കതായ ഒരു ജീവിതം ദൈവം നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു ജീവിതം നൽകുന്നു. അതുപോലെ തന്നെ കർത്താവ് നിങ്ങളെ നോക്കി മറ്റുള്ളവർ പറയത്തക്ക വിധം അനുഗ്രഹിക്കും. വിശ്വസിക്കുമോ? ആബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ ചുറ്റുമുള്ള ജനങ്ങൾ ഇവരുടെ ദൈവമായ യേശു ഇവരെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയണം. ദൈവമേ, അങ്ങനെയുള്ളൊരു അനുഭവത്തെ തരണമേ എന്ന് ചോദിക്കൂ. ദൈവം അപ്രകാരം അനുഗ്രഹിക്കും. പറയുമോ? ദൈവമേ, അങ്ങനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കണമേ. നീയാണ് എന്നെ അനുഗ്രഹിച്ച് നടത്തുന്നതെന്ന് എന്റെ ചുറ്റുമുള്ളവരെല്ലാം അറിയാൻ ഇടയാക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.